നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ്റെ ചങ്കാണ് പോയത്. തനിക്ക് കൂടപ്പിറപ്പിനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറിച്ചു. വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ച് ഒരിക്കലും സലിംകുമാർ ഓർത്തിട്ടില്ല. മറിച്ച് രാഷ്ട്രീയ നിലപാടിൻ്റെ ദൃഢത ആവർത്തിച്ചു പറയുന്ന ഒരാളായിരുന്നു സലിംകുമാർ. വി ഡി സതീശൻ പങ്കുവച്ച കുറിപ്പിങ്ങനെ: ചിരിയുടെ മണവാളൻ മാത്രമായിരുന്നില്ല എനിക്ക് സലിംകുമാർ. അയാളും ഞാനും തമ്മിൽ അതിതീവ്രമായൊരു ബന്ധമുണ്ട്. എൻ്റെ നാടിൻ്റെ അഭിമാനമായ ഒരാൾ, എനിക്കൊരു നിലപാടുണ്ടെന്ന് ഉറക്കെ പറഞ്ഞൊരാൾ, വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ച് അല്പം പോലും ഓർക്കാതെ രാഷ്ട്രീയ നിലപാടിൻ്റെ ദൃഢത ആവർത്തിച്ച് പറയുന്ന ഒരാൾ, ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ആരെയും ഭയക്കാതിരുന്ന ധീരനായ കലാകാരൻ. എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം അവകാശം പോലെ പിടിച്ചു വാങ്ങിയ സലിംകുമാർ, പാർട്ടിയുടെ വിജയങ്ങളിൽ അത്രമേൽ സന്തോഷിച്ച കൂടപ്പിറപ്പ്. ഹാസ്യം മാത്രമല്ല, എന്തും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം പലവട്ടം തെളിയിച്ചു. അഭിനയത്തിൻ്റെ പല തലങ്ങളിലും വഴികളിലും സലിംകുമാർ ലോകോത്തര നിലവാരം കാട്ടി. ഒരു മുഖം കൊണ്ട് ചിരി പകരുമ്പോൾ മറുഭാഗത്ത് കണ്ണീരിൻ്റെ നനവ് ഹൃദയത്തിലേക്ക് പകരുകയായിരുന്നു സലിംകുമാർ. മലയാള സിനിമയ്ക്കൊരു പ്രതിഭാശാലിയെയും എനിക്കെൻ്റെ കൂടപ്പിറപ്പിനെയും നഷ്ടമായി. സലിംകുമാറിന് വിട. സലിംകുമാർ വി ഡി സതീശനെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണാൻ അദ്ദേഹം അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. അന്തരിച്ച നടൻ സലിംകുമാറിനെ കാണാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തുമ്പോൾ അവിടെ കൂടിയിരുന്നവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. പറവൂരിലെ ടൗൺ ഹാളിലെ പൊതുദർശനത്തിലാണ് മുഖ്യമന്ത്രി എത്തിയത്. സലിംകുമാറിൻ്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. സലിംകുമാറുമായി ഏറ്റവും അടുപ്പമുള്ള രാഷ്ട്രീയക്കാരൻ, അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പ്. ഉറച്ച രാഷ്ട്രീയ ബോധവും കോൺഗ്രസ് ബോധവുമുള്ള വ്യക്തിയായിരുന്നു സലിംകുമാർ എന്ന് വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി. വടക്കൻ പറവൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം സലിംകുമാറിലും വി ഡി സതീശിലും എത്തി നിൽക്കുന്നു. വി ഡി സതീശൻ എന്ന ജനനായകൻ്റെ വളർച്ചയിൽ സുപ്രധാന പങ്കാണ് സലിംകുമാർ വഹിച്ചത്. കേവലമൊരു സുഹൃത്ത് ബന്ധം മാത്രമായിരുന്നില്ല അത്. സതീശൻ്റെ ഓരോ രാഷ്ട്രീയ വിജയങ്ങളും തൻ്റെ വിജയമായി സലിംകുമാർ കണ്ടു. താങ്ങും തണലുമായി എപ്പോഴും ഒപ്പം നിന്ന കൂടപ്പിറപ്പ്. വി ഡി സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിൽ കാണാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച വ്യക്തി. ഇടതുപക്ഷ പന്താവിൽ ചേർന്ന് നിന്ന് ഒരുപാട് അധികാര സ്ഥാനങ്ങൾ ആർത്തിയോടെ വെട്ടിപ്പിടിച്ച ചലച്ചിത്ര പ്രവർത്തകർ ഏറെയുണ്ട് കേരളത്തിൽ. അവരിൽ നിന്ന് ഏറെ മാറി നിൽക്കുന്നു സലിംകുമാർ. സലിംകുമാർ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് തൻ്റെ ജീവിതം നൽകി. എന്നാൽ കോൺഗ്രസ് സലിംകുമാറിനൊന്നും നൽകിയില്ല. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിലും പ്രതിസന്ധികളിലുമൊക്കെ സലിംകുമാർ വി ഡി സതീശനെ ചേർത്ത് പിടിച്ചു. പറവൂരിൽ മത്സരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും പ്രചരണത്തിന് മുൻനിരയിൽ സലിംകുമാർ ഉണ്ട്. സിനിമയിലെ തിരക്കുകൾക്കിടയിൽ പറവൂരിനെ മറന്നില്ല ആ കലാകാരൻ. പകരം പറവൂരിനെയും സതീശനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പ്രയാണം തുടർന്നു. രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയാൻ ചലച്ചിത്ര മേഖലയിലെ പലരും മടിച്ചു നിന്നപ്പോൾ യാതൊരുവിധ സങ്കോചവുമില്ലാതെ സലിംകുമാർ ഒരു കോൺഗ്രസ്സുകാരനായി നട്ടലുയർത്തി നിന്നു. നമ്മുടെ കണ്ണ് നിറയിക്കുന്നത് ഏറ്റവും ഒടുവിൽ വി ഡി സതീശന് പറവൂരിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ ഓടിച്ചെല്ലുന്ന സലിംകുമാർ എന്ന കലാകാരനെ, സുഹൃത്തിനെ. അവസാന നാടുകളിലും തൻ്റെ പ്രിയ സുഹൃത്തിന് ലഭിച്ച ജനസ്വീകാര്യത കാണാൻ സലിംകുമാർ ഓടിയെത്തി. ഹാസ്യ സാമ്രാട്ടായി തിളങ്ങുമ്പോഴും വ്യക്തിബന്ധങ്ങളിൽ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തിയിരുന്നു സലിംകുമാർ. പറവൂരിൻ്റെ മണ്ണും മനുഷ്യരും എങ്ങനെ ചിന്തിക്കുന്നുവോ അതിന് സമാനമായിരുന്നു സലിംകുമാറിൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും. ഒരു മേഖലയുടെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കലാകാരൻ. സലിംകുമാറിൻ്റെ വാക്കുകൾ പലപ്പോഴും പറവൂരിലെ ഓരോ വോട്ടറുടെയും ഹൃദയത്തെ സ്പർശിക്കും. അത്രയേറെ സാധാരണത്വമുള്ള വാക്കുകൾ. അങ്ങേയറ്റം ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഇതിനോടൊക്കെ പടവെട്ടി സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ദേശീയ പുരസ്കാരത്തിൻ്റെ തിളക്കത്തിൽ വരെ എത്തിയ ഒരു കലാകാരൻ. പ്രതിഭയുടെ ഏറ്റവും ഉയർന്ന തലത്തിലും അദ്ദേഹം സുഹൃത്തിനോടുള്ള കടപ്പാടോ സ്നേഹമോ ഒരിക്കലും വിസ്മരിച്ചിട്ടില്ല. കേരളത്തെ ചിരിപ്പിച്ചുകൊണ്ട് സലിംകുമാർ കടന്നു പോകുമ്പോൾ അതൊരു നോവോർമ്മയാകുന്നു. വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയിലൂടെ സലിംകുമാർ കണ്ടത് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ. പറവൂരിൽ നടന്ന യോഗത്തിൽ സലിംകുമാർ ഇക്കാര്യം പറയുകയും ചെയ്തു. തൻ്റെ സുഹൃത്ത് ചിരിക്കുന്നൊരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് കാണാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പറവൂരിൽ വി ഡി സതീശന് നൽകിയ സ്വീകരണത്തിൽ അന്ന് സലിംകുമാർ നടത്തിയൊരു പ്രസംഗം. ആ പ്രസംഗത്തിൽ എല്ലാമുണ്ട്. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ, ത്രില്ലർ സിനിമയുടെ ദൃശ്യം 3 പോലെയുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മുടെ ചെവികളിലെത്തിയത്.
ഏതായാലും നമ്മൾ പറവൂരുകാർക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ള മുഖ്യമന്ത്രിയെ നമുക്ക് നൽകി, കേരളത്തിന് നൽകി. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്ന് കരുതുക. നേരെ ഓപ്പോസിറ്റ്. 102 സീറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സീറ്റുകൾ വന്നാൽ സതീശൻ ചേട്ടൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ട് തൻ്റെ ഭാവി പോലും കണക്കാക്കാതെ അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ, അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഒരുപാട് സ്ഥലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് കിട്ടും, 100 സീറ്റ് കിട്ടുമെന്ന്. എല്ലാ പ്രചരണങ്ങളിലും ഇത് തന്നെ ഞാൻ പറയും. പക്ഷേ അതെല്ലാം വി.ഡി. സതീശൻ എന്ന നേതാവിൻ്റെ ഒരു ചങ്കൂറ്റം കൊണ്ടായിരുന്നു. മനോരമ പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് കേൾക്കുന്നു. അപ്പോൾ നിങ്ങൾ പരിചയമുള്ളതിൻ്റെ പേരിൽ ഒരു ഓർമ്മയൊന്ന് എഴുതി തരണം. അപ്പോൾ മറ്റന്നാളാണ് വരണമെങ്കിൽ ഇന്നാണോ വിളിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം, ഞാൻ ഇന്ന് തന്നെ എഴുതി തരാമെന്ന്. അപ്പോൾ മനോരമയിൽ നിന്ന് പറഞ്ഞു, നാളെ മതി. ഞാൻ പറഞ്ഞു, പറ്റില്ല, ഇന്ന് തന്നെ ഞാൻ എഴുതി തരാം. മനോരമയ്ക്ക് എഴുതി കൊടുത്താണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. മനോരമയിൽ നിന്ന് തന്നെ വിളിച്ചു ചോദിച്ചു, ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പറ്റും. ഇതെൻ്റെ ചങ്കിൽ നിന്നെടുത്ത വാചകങ്ങളാണ്, അതൊരിക്കലും നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് നശിപ്പിക്കേണ്ടി വരില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഏതായാലും വന്നാലും വന്നില്ലെങ്കിലും ആ ക്യാപ്ഷൻ നന്നായിട്ടുണ്ട്, വനവാസക്കാലത്തെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോകാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ കഥ, ജനതയുടെ സായുജ്യത്തിൻ്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വി.ഡി. സതീശൻ. വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയുക. നല്ല തുടക്കം പകുതി ചെയ്തതിന് തുല്യമാണ്. അങ്ങനെ ഒരു നല്ല തുടക്കമായിരുന്നു. അതിമനോഹരമായിട്ട് ഇനിയുള്ള വർഷങ്ങൾ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുഞ്ചിരി, അദ്ദേഹത്തിന് മുഖത്തുള്ള ഈ പുഞ്ചിരി, പാൽപുഞ്ചിരി എന്ന് പറയാം, അത് മായാതെ തുടർച്ചയായി സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഗ്രഹിക്കുന്നു. വി.ഡി. സതീശനെ ചേർത്ത് പിടിച്ച വാക്കുകൾ, ആ നല്ല വാക്കുകളോടെ ഇതാ സലീം കുമാർ നമുക്കിടയിൽ നിന്ന് കടന്നുപോയിരിക്കുന്നു. സലീം കുമാറിന് വിട. What?